വെൽക്കം ടു ബ്രൗണിഷ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കോൺടാക്ട് ലെൻസ് എങ്ങനെ കൈകൊണ്ട് ഫിക്സ് ചെയ്യാം എന്നുള്ളത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. അതായത് ഇത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ബോക്സ് കാണിച്ചായിരുന്നു, ഒരു കുട്ടി ബോക്സ്. അതിലെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ കുട്ടി ബോക്സ്. ഇതിൻ്റെ പേരാണ് അക്വാ ലെൻസ്. അപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ സൈഡിൽ കാണുന്ന ഈ ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു മിറർ വരുന്നുണ്ട്. ഇതിൽ സൊല്യൂഷൻ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ലെൻസ് ഊരി വെക്കേണ്ടത്. ഇതിനകത്ത് ഓരോന്നിലായിട്ട് ഇടണം. ആൻഡ് ഇതിലാണ് നമ്മൾ സൊല്യൂഷൻ ഒഴിച്ച് വെക്കേണ്ടത്. ഈ ഒരു ടൂൾ കണ്ടോ, ഇത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എടുക്കേണ്ടത്. ആൻഡ് ഈ ഒരു ടൂൾ വെച്ചിട്ടായിരുന്നു നമ്മൾ പൊട്ടിച്ച പാക്കറ്റില്ലേ, അതിൽ നിന്ന് ലെൻസ് എടുത്തിട്ട് ഇതിലിങ്ങനെ വെക്കേണ്ടത്. ഇന്നലെ നമ്മളിത് ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ കൈ വെച്ച് വളരെ റിസ്കി ആയിട്ടാണ് ആ ഒരു പ്രോസസ്സ് ചെയ്തത്. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പം ഇതിനെല്ലാം അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടൊരു സാധനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, സൊല്യൂഷൻ. അതായത് നമ്മുടെ ലെൻസ്, കോണ്ടാക്ട് ലെൻസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ഒരു സൊല്യൂഷനകത്താണ്. ആൻഡ് ഇതെല്ലാം നമ്മൾ വളരെ വൃത്തിയായിട്ട് വേണം സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ ഇത് ഈ സൊല്യൂഷനകത്ത് ക്ലീൻ ചെയ്ത ശേഷം വേണം ഒഴിച്ചു വെക്കാൻ. അപ്പോൾ ആദ്യം വേണ്ട എന്താ, സൊല്യൂഷൻ. ഞാൻ സൊല്യൂഷൻ കാണിച്ചത് അക്വാ ലെൻസിൻ്റെ ഒരു 60 ml സൊല്യൂഷൻ വരുന്ന ഒരു പാക്കറ്റാണിത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് കൈ വാഷ് ചെയ്യണം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൈ വാഷ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞായിരുന്നു. അത് കാരണം എനിക്ക് ഭയങ്കര കണ്ണ് നീറ്റലുണ്ടായി. ഓക്കെ, ഇതാണ് സൊല്യൂഷൻ. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും ആദ്യം ഇത് ക്ലീൻ ചെയ്യണമല്ലോ. അതിനായിട്ട് കുറച്ച് സൊല്യൂഷൻ ഇതിന് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെക്കുവാണേ. എന്നാൽ ഇത് ഇതിലും ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് ഉണ്ട് കേട്ടോ. കാണോ, എൽ ലെഫ്റ്റ് ആർ റൈറ്റ്. ഇത് ലെഫ്റ്റ് എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കുറച്ച് ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഡ്രോപ്പ് ഒഴിക്കാം. നമ്മുടെ ടൂള് വെച്ച് നമ്മൾ ഈ ലെൻസ് ഊരിയെടുക്കാൻ പോവാണേ. ടൂളില്ലാതെ, ടൂൾ വെച്ചിട്ട് തെന്നി പോകും. അപ്പോൾ ഞാൻ കൈ കൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഒഴിച്ചു വെച്ച സൊല്യൂഷനിലേക്ക് ഇട്ട് കൊടുക്കണം. ക്ലീൻ ചെയ്ത ശേഷം ഇത് നമ്മൾ നേരത്തെ വെച്ചിരുന്നത് ഇട്ട് കൊടുക്കുക. ഓക്കെ, കണ്ടത് സൊല്യൂഷനകത്താണ് ഇട്ടേക്കുന്നത്. ഇനി ഇത് അടച്ചു വയ്ക്കാം. അടുത്തത് ഊരിയെടുക്കാം. വീണ്ടും കയ്യിൽ സൊല്യൂഷൻ ഒഴിച്ച് വെച്ചതിലോട്ട് ഇട്ട് കൊടുക്കണം. കുറച്ചുകൂടെ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കൈ കൊണ്ട് ക്ലീൻ ചെയ്യണേ.
ഓക്കെ, ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ മറ്റേ ബോക്സ്, ഇപ്പം ലെഫ്റ്റ് ആയിരുന്നു ആദ്യം നമ്മൾ ഇട്ടിരുന്നത്, ഇനി റൈറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുക, അതിലേക്ക് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ടൂൾ വെച്ച് എടുത്തിട്ട് ഇട്ടിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ 2 ലെൻസും ക്ലീൻ ചെയ്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ തുറന്ന് ഇത് വെച്ചാൽ മതി. ഓക്കെ, ടൂൾസ് ഒരു വെറ്റ് ടിഷ്യൂ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. ഡെറ്റോളിൻ്റെ വെറ്റ് ടിഷ്യൂ ആണ് ഉപയോഗിച്ച് ടൂൾ ക്ലീൻ ചെയ്യുന്നു, വയ്ക്കുന്നു. നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇതിൽ നിന്ന് സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ, ഇപ്പം തൽക്കാലം ഞാൻ എവിടെ പോകുന്നില്ല, അതുകൊണ്ട് ആ സൊല്യൂഷൻ അതിനകത്ത് തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, ബോക്സ് അടച്ചു. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇത് സൊല്യൂഷൻ്റെ കൂടെ ലെൻസ്, കോണ്ടാക്ട് ലെൻസിൻ്റെ ബോക്സ്. ഓക്കെ, ഇത്ര സാധനമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക്, ഞാനത് ടൂൾ ഉപയോഗിച്ചല്ല, കൈ കൊണ്ടാണ് കണ്ണിൽ നിന്ന് അത് വലിച്ചെടുത്തത്. എനിക്ക് മറ്റേതിനെക്കാട്ടി കുറച്ചുകൂടി എളുപ്പമായിട്ട് കൈ കൊണ്ട് എടുക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ ഇനി ടൂൾ ഉപയോഗിച്ച് എങ്ങനെ ഇതിൽ ഫിക്സ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ കൂടി ഇനി ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇതുപോലെ ഒരു മേക്കപ്പ് ഹാക്സ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ്, ഇപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ അബദ്ധം പറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു എൻ്റർടൈനിങ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.